ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ഇത് ഞാൻ വാലന്റൈൻസ് ഡേയിൽ അന്ന് ചെയ്തു കൊടുത്തൊരു കേക്കാണ്. ഇതൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മകൻ അനു ആണ്. അനുവിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. അവൾ അറിയാതെയാണ് എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്നത്. ഈ കേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അബദ്ധങ്ങളാണ് പറ്റിക്കൊണ്ടിരുന്നത്. അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യണേ. ഇത് 1.5 കിലോയുടെ കേക്കാണ്. 9 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നിലാണ് ഞാൻ ഈ കേക്കിൻ്റെ സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്തത്. ഈ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഈ കേക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പറ്റിയ ആദ്യത്തെ അബദ്ധം എന്തെന്ന് വെച്ചാൽ, സാധാരണ 1.5 കിലോയുടെ കേക്ക് 12 ഇഞ്ചിൻ്റെ ബേസിലാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഞാൻ 12 ഇഞ്ച് ബേസിന് പകരം മാറി 9 ഇഞ്ചിൻ്റെ ബേസാണ് വാങ്ങാൻ പറഞ്ഞത്. വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷമാണ് ബേസ് മാറിപ്പോയ കാര്യം ഞാൻ ഓർത്തത്. രാത്രിയായി, മാത്രമല്ല 9 മണിക്ക് ഷോപ്പ് അടയ്ക്കും. പിന്നെ മാറ്റി വാങ്ങാനും പറ്റിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ 10 ഇഞ്ചിൻ്റെ ബേസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്ത് ക്രീം കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഈ ദിവസം 12 ഇഞ്ചിൻ്റെ ബേസ് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷമാണ് കേക്ക് ഫിനിഷ് ചെയ്തത്. അവിടെയാണ് എനിക്ക് പറ്റിയ ഒന്നൊന്നര അബദ്ധം. അന്ന് വൈകുന്നേരം കേക്ക് കൊടുക്കണമായിരുന്നു. കേക്ക് ഫിനിഷ് ചെയ്ത് സെറ്റാവാൻ ഫ്രീസറിൽ വയ്ക്കാൻ പോയപ്പോൾ ഫ്രീസറിൽ ഐസ് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റാൻ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ ഓണാക്കാൻ മറന്നുപോയി. 1 മണിക്കൂർ കഴിഞ്ഞ് കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് ബാക്കി ഡെക്കറേഷനൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വീണ്ടും വെച്ചു. അപ്പോഴും സ്വിച്ച് ഓഫായിരുന്ന കാര്യം ഓർത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന് ഫ്രിഡ്ജ് തുറക്കാൻ പോയപ്പോഴാണ് സ്വിച്ച് ഓഫായിരുന്ന കാര്യം കണ്ടത്. അപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത കാര്യം ഓർത്തത്. ഫ്രിഡ്ജിൽ തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് ഭാഗ്യത്തിന് കേക്ക് ഒരുവിധം സെറ്റായി. കേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കേക്കിന് ഞാൻ സിമ്പിളായിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. റൗണ്ട് കേക്കിനെ ഹാർട്ട് ഷേപ്പ് ആക്കുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട്. കേക്കിൻ്റെ സെൻറ്ററിലൂടെ ഗനാഷ് വെച്ചിട്ട് ഒരു ഡിസൈൻ പോലെ കൊടുത്തു. പകുതി ഭാഗം ഗനാഷ് ഒഴിച്ച് കവർ ചെയ്തു. സൈഡിൽ ട്രിപ്പ് പോലെ കൊടുത്തു. ആ ഭാഗത്ത് 2 ഫ്ലവർ വെച്ച് കൊടുത്തു. അതിൻ്റെ സൈഡിലായിട്ട് ഗോൾഡൻ ബീഡ്സും വെച്ച് കൊടുത്തു. ഒരു പൂച്ചെണ്ട് പോലെയാണ് ഞാൻ ഫ്ലവർ ചെയ്തത്. മറുഭാഗത്ത് സൈഡിലായിട്ട് ഫോണ്ടൻ ചെയ്ത ചെറുതും വലുതുമായിട്ടുള്ള ഹാർട്ട് വെച്ചു കൊടുത്തു. അതിൻ്റെ നടുവിലായിട്ട് ആദ്യം ഗോൾഡൻ ബീഡ്സാണ് വെച്ചു കൊടുത്തത്. പിന്നെ അത് കാണാൻ ഒരു ഭംഗി കുറവ് തോന്നിയപ്പോൾ ഗോൾഡൻ ബീഡ്സ് മാറ്റിയിട്ട് ഗനാഷ് കൊണ്ട് ട്രിപ്പ് പോലെ കൊടുത്തു. ആ ഭാഗത്ത് നടുവിലായിട്ട് ക്രീം കൊണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നും പേര് എഴുതി കൊടുത്തു. അതിൻ്റെ മുകളിലും താഴെയായിട്ട് ചെറുതും വലുതുമായിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സും കൂടി ഇട്ട് കൊടുത്തു. ഇത്രയുള്ള ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യണേ.